ഇനിയുള്ള നാളുകൾ നിയമസഭാ സമ്മേളനത്തിൻ്റേതാണ്. ഈ സമ്മേളന കാലയളവ് ഒരാഘോഷമാക്കി മാറ്റാൻ എല്ലാ കക്ഷികളും നേതാക്കളും കയ്യയച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്കുള്ളത് തുടങ്ങട്ടെ. ഏവർക്കും സ്വാഗതം. ബാറുകാരുടെ ശാപം കിട്ടി കുഞ്ഞുമാണി രാമൻ പുറത്തുപോയി. തനിക്കുമേൽ വീണ ശാപം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുത്തിട്ടാണ് കുഞ്ഞുമാണി പുറത്തുപോയത്. ബാറുകാരുടെ പണപ്പെട്ടിയിലെ കോടികൾ എന്നും ലഹരിയായിരുന്ന മന്ത്രിസഭയിലെ ചിലർക്ക് ഈ ശാപം മൂലം അത് അനുഭവിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. ഇപ്പോൾ നിയമസഭാ സമ്മേളനം കൂടി തുടങ്ങിയതോടെ പ്രതിപക്ഷത്തിന് കുശാലായി. ബാർ ശാപം കൊണ്ട് മുടിഞ്ഞുപോയ ഭരണപക്ഷത്തിന് മേൽ ശവത്തിൽ കുത്തുവായാണ് പ്രതിപക്ഷം ആദ്യ ദിനം നിയമസഭയിലെത്തിയത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ മാണിയുടെ അഴിമതിയെ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും ചാണ്ടിയും ചെന്നിത്തലയും എല്ലാം തന്നെ അദ്ദേഹം എത്ര നല്ല മനുഷ്യൻ, സത്യസന്ധൻ എന്നെല്ലാമുള്ള സർട്ടിഫിക്കറ്റ് നൽകിയതാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. മാണി സാറിന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പണ്ട് നൽകിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് പുറത്തെടുത്ത് ഭരണപക്ഷത്തെ VS വെള്ളം കുടിപ്പിച്ചത് സഭയിലെ ഇന്നത്തെ കണ്ണീർ കാഴ്ചകളിൽ ഒന്നായി. മാണി കൈക്കൂലി വാങ്ങി എന്ന് പറയുകയോ? ശുദ്ധ അസംബന്ധം. പരമസാത്വികനായ കാരുണ്യവാനും സർവോപരി മഹാത്യാഗിയുമായ മാണിയെ കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കുന്നത് മഹാഭാവമല്ലേ എന്നായിരുന്നു അപ്പുറത്തിരിക്കുന്നവരൊക്കെ അകത്തും പുറത്തും ചോദിച്ചുകൊണ്ടിരുന്നത്. മാണി സാർ സേഫ്, മാണി സാർ സേഫ് എന്നുവരെ ഒരു മന്ത്രി തട്ടിവിട്ടത് കേട്ടു. ആ മാണിയെ സേഫാക്കാൻ പഠിച്ച പണി 18 ഇക്കൂട്ടർ പയറ്റുകയും ചെയ്തു. എന്നിട്ട് എന്തായി സാർ? ഒടുവിൽ നാണം കെട്ട് മാണിക്ക് പുറത്തു പോകേണ്ടി വന്നു. മാണിയുടെ സീറ്റ് തന്നെ തെറിച്ചു പോയില്ലേ സാർ? വീടിതല്ലോ കിടക്കുന്നു ധരണിയിൽ ഷോഡിതവും അണിഞ്ഞ് അയ്യോ ശിവ ശിവ എന്ന് മഹാഭാരതത്തിലെ ഗാന്ധാരി വിഭാഗത്തിൽ, ഗാന്ധാരി വിലാപത്തിൽ പറഞ്ഞത് പോലെയാണ്. ബാബുവിനെയും കൂടി ഒരു വഴിക്കാക്കണമെന്നാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ഉള്ളിലിരിപ്പെങ്കിലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന നിലയിൽ കഴിയുന്ന മാണി സാറിനെ ഇപ്പോഴും കുത്തിനോവിച്ച് രസിക്കുകയാണ് പ്രതിപക്ഷത്തിലെ ചില വീരന്മാർ. ഉഴവൂർ വിജയൻ്റെ കർണകഠോര സാഡിസ്റ്റ് പ്രസംഗം ഇത് വ്യക്തമാക്കി തരും. സ്വീകരണത്തിന് പാർട്ടിക്കാരല്ലല്ലോ വരുന്നത്. പട്ടം മുതൽ പാലാ വരെ എന്ന ഒരു പരിപാടി, സിനിമയുടെ പേരാണെന്നാണ് ആദ്യം ഓർത്തത്. പട്ടം മുതൽ പാലാ വരെ സ്വീകരണം ഒരുക്കി. അത് PSC ഓഫീസ് ഉള്ളത് കൊണ്ടായിരിക്കാം അവിടുന്ന് തുടങ്ങിയത്. ഇവിടെ എങ്ങും കേരള കോൺഗ്രസ്സുകാരില്ലാത്തത് കൊണ്ട് അവിടെ ആരോ PSC ഓഫീസിൽ വരുന്ന പിള്ളേരെയും കൂട്ടി അവിടുന്ന് ഈ പരിപാടി ആരംഭിച്ച് അവസാനം ഈ വന്നവരാണ് പാലാ വരെ സ്വീകരിച്ചത്. പട്ടത്തുനിന്ന് മാലയിട്ടവനെ ചെങ്ങന്നൂര് വെച്ച് കണ്ടപ്പോൾ മാണി സാർ ചോദിച്ചു, നീ തന്നെയാണല്ലോ ആ പട്ടത്ത് വെച്ച് മാലയിട്ടത്? സാറേ, ഞാൻ കൂടെ നിന്ന് അവസാനം വരെ നിൽക്കും. അതാണ് ഞാൻ കിട്ടിയ കാശിന് നന്ദിയുള്ളവനാണ്. അവസാനം ചങ്ങനാശ്ശേരിയിലും അതുപോലെ പാലായിലും എല്ലാം വലിയ സ്വീകരണമായിരുന്നു. പടയപ്പയിൽ രജനീകാന്ത് നിൽക്കുന്ന പോലെയുള്ള വലിയ കട്ടൗട്ടുകൾ സ്ഥാപിച്ചല്ലേ സ്വീകരണം നൽകിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? അദ്ദേഹം ദേ നോക്ക്, ഒരു കള്ളച്ചിരിയുമായി അവിടെ ഇരിക്കുകയല്ലേ. 1 കോടി വാങ്ങിയ മാണിയെ കേസിൽപ്പെടുത്തി നാണം കെടുത്തി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. 10 കോടി വാങ്ങിയ ബാബു ഇപ്പോഴും കൊടിവച്ച കാറിൽ പറന്നു നടക്കുന്നു. ഇത് ഇരട്ട നീതിയല്ലേ എന്നാണ് മാണിക്കുഞ്ഞുങ്ങൾ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് കൂവുന്നത്. വായിൽ തോന്നിയതെല്ലാം കോതയ്ക്ക് പാട്ട് എന്നതാണ് കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന നായകൻ വെള്ളാപ്പള്ളിയുടെ പോളിസി. അങ്ങനെ കോതപ്പാട്ട് പാടിയാൽ
നായാടി മുതൽ നമ്പൂതിരി വരെ തൻ്റെ കാൽ തൊട്ട് വന്ദിക്കാൻ എത്തുമെന്നാണ് അങ്ങ് ദില്ലിയിലുള്ള പരിവാര ശക്തികൾ അങ്ങ് വരെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ പ്രതിരൂപമായ നൗഷാദിനെ പറ്റി അനാവശ്യം പറഞ്ഞത് സ്വയം ഒരു കുളം തോണ്ടലാകുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ സമത്വ മുന്നേറ്റ പുങ്കവന് ഇല്ലാതെ പോയി. നടുക്കടലിൽ പോലും നക്കിക്കുടിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ മൈക്രോ ഫൈനാൻസ് ഫണ്ടിൽ നിന്ന് പോലും പലിശ നക്കി തുടയ്ക്കുന്ന അട്ടിയാന് മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാവാത്തതിൽ യാതൊരു അതിശയോക്തിയും ഇല്ലല്ലോ. മരിക്കണമെങ്കിൽ ആരായിട്ട് മരിക്കണം? വല്ല അപകടം വന്ന് മരിക്കണമെന്ന് മുസ്ലിമായിട്ട് മരിക്കണത്. എന്നാൽ കഴിഞ്ഞ ദിവസം മാൻഹോൾ പൂർത്തിയാക്കുന്നതിനിടയിൽ ഒരു നൗഷാദ് മരിച്ചു. ആ നൗഷാദ് എന്താ കൊടുത്തത്? 10 ലക്ഷം കൊടുത്ത് വീട്ടിലൊരാൾക്ക് ജോലിയെ കൊടുത്തു. ഇവിടെ ജാതിയില്ല മതമില്ലെന്ന് വളർത്തുന്നില്ലേ? അപ്പൊ മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇന്നലത്തെ പ്രസംഗം അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അത് കേരളത്തിലെ സാമുദായിക ചേരിതിരിവും സ്പർദ്ധയും വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് പൊതുവായി ഉയർന്നു വന്ന അഭിപ്രായം. KPCC പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് കത്ത് നൽകുന്നുണ്ട് എന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു. TN പ്രതാപൻ MLA കത്ത് ഓൾറെഡി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതിൻ്റെ നിയമപരമായ വശങ്ങൾ ഞങ്ങളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയ്ക്ക് മാത്രമല്ല മലയാള ഭാഷയ്ക്കും കനപ്പെട്ട സംഭാവനകൾ നൽകാൻ പര്യാപ്തനാണ് ശ്രീമാൻ N. ശക്തൻ. മലയാള ഭാഷാ പുരസ്കാര ചടങ്ങിലെ ശക്തൻ സാറിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് അത് മനസ്സിലായത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാള ഭാഷയ്ക്ക് കഴിഞ്ഞ 2 വർഷമായി ശ്രേഷ്ഠ ഭാഷാ പദവി കൈവരിച്ചിരിക്കുകയാണ്. ആ പദവി ലഭിച്ചത് നമുക്ക് വൈകി വന്ന ഒരു അംഗീകാരമാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അവരുടെ മാതൃഭാഷയ്ക്ക് വളരെ നേരത്തെ അംഗീകാരം കിട്ടി. തൊട്ടടുത്ത തമിഴ്നാടിന് തമിഴ് ഭാഷയ്ക്ക് നേരത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി കൈവരിക്കാൻ കഴിഞ്ഞു. അവർക്ക് അത് ലഭിച്ചു. അതിനുശേഷം അതുപോലെ കർണാടകത്തിൽ കന്നഡ ഭാഷയ്ക്ക് കർണാടകത്തിൽ കന്നഡ ഭാഷയ്ക്ക് കിട്ടി. തെലുങ്ക് ദേശത്തിൽ തെലുങ്കിന് കിട്ടി. നമുക്ക് വൈകി വന്ന ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അടക്കം വളരെയേറെ സമ്മർദ്ദം ചെലുത്തിയതിന് ശേഷമാണ് നമുക്ക് ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഭായെ ഫ എന്നുച്ചരിക്കുന്നത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതൊന്നുമില്ല. ഭ എന്ന് കനപ്പെട്ട് ഉച്ചരിച്ചാൽ അത് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. അല്ലാതെ അറിയാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. അതവിടെ നിൽക്കട്ടെ. മലയാള കുതുകികൾക്കുള്ള ഉപദേശമാണ് ഇനി. നമുക്കിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊന്നു വേണ്ടത് സ്വന്തം മാതാവിനോട് സ്നേഹം വേണം. അതാണ് സാധാരണ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന് പോലും 4ാം സ്ഥാനമാണ് ഉള്ളത്. 1ാം സ്ഥാനം മാതാവിന് തന്നെയാണ്. ആ സ്വന്തം മാതാവിന് കൊടുക്കുന്നത് പോലെ സ്ഥാനം സ്വന്തം മാതൃരാജ്യത്തോട് വേണം. നമ്മുടെ സ്വന്തം രാജ്യത്തോട് നമുക്കൊരു താല്പര്യം വേണം, കടപ്പാട് വേണം. അതുപോലെ മാതൃഭാഷയോടും അതേ താല്പര്യം വേണം എന്നാണ് എനിക്കെടുത്ത് പറയാനുള്ളത്. എന്തുകൊണ്ടോ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് ഭാഷകളും അവരുടെ സംസ്ഥാനത്തെ ആളുകൾ ആ മാതൃഭാഷയോട് കാണിക്കുന്ന താല്പര്യം മലയാളികൾ മാതൃഭാഷയോട് കാണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും കൂടി പരക്കെ നിൽക്കുകയാണ്. നമ്മുടെ കുട്ടികളോട്, കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ പഠിക്കുന്ന കുട്ടികളോട് മലയാളം ഭംഗിയായി സംസാരിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് കുറച്ച് സംസാരിക്കാൻ കഴിയൂ. ഭംഗിയായി സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നിങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മലയാള ഭാഷയോട് പ്രത്യേക താല്പര്യമുള്ളവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എത്തിയത്. പക്ഷെ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതല്ല സ്ഥിതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്ദുറബ്ബ് മന്ത്രിയുടെ സംഭാവനകൾ എങ്ങനെ വിസ്മരിക്കും? അബ്ദുറബ്ബിൻ്റെ ഭരണത്തിൻ്റെ നേട്ടം ശക്തൻ സാർ വ്യക്തമാക്കുന്നു. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് മറ്റൊരു ടെസ്റ്റ് നടത്തി. ഒരു 10-15 വർഷത്തിന് മുമ്പാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, അന്ന് ജില്ലാ കൗൺസിലായിരുന്നു, ആദ്യം നിലവിൽ വന്നപ്പോൾ
അതിൻ്റെ നമ്മുടെ ഈ മലയാളത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു വിഭാഗം, അതായത് അതിൻ്റെ കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അന്ന് അഡ്വക്കേറ്റ് രാജ്മോഹനായിരുന്നു അതിൻ്റെ ചെയർമാൻ. തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ വിളിച്ച് ഒരു പ്രത്യേക ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് നടത്തിയതിൽ 25 വാക്കുകൾ കുട്ടികളോട് എഴുതാൻ പറഞ്ഞു. 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ്. അതിൽ ഒരു വാക്ക് തിരുവനന്തപുരം എന്നായിരുന്നു. തിരുവനന്തപുരം എന്ന് എഴുതിയപ്പോൾ തെറ്റിയ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ല, ഒന്നിലധികം കുട്ടികൾ 6ഉം 7ലും പഠിക്കുന്നവർ വരെ തിരുവനന്തപുരം എന്ന് എഴുതിയപ്പോൾ തെറ്റി. മലയാളം എന്ന് എഴുതാൻ അറിഞ്ഞുകൂടാത്ത 5ാം ക്ലാസ്സിന് താഴെ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം എന്ന് എഴുതാൻ അറിയില്ല. ഒട്ടേറെ 25 വാക്കുകൾ ഇട്ടപ്പോൾ 25ഉം ശരിയായിട്ട് എഴുതിയത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. മലയാളികളെല്ലാം മലയാളം എന്ന് കേട്ടാൽ അഭിമാനിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സാഹിത്യകാരന്മാരും ഭാഷാ സ്നേഹികളും എല്ലാം നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫ്ലുവൻ്റ് എന്ന് പറയാൻ പാടില്ല, നമുക്ക് മലയാളം തെറ്റാതെ നല്ലവണ്ണം സംസാരിക്കും. നമ്മുടെ കുഴപ്പം ഇത് തന്നെയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു വാചകം സംസാരിക്കുമ്പോൾ അതിലറിയാതെ ഇംഗ്ലീഷ് കടന്നു വരും. നമുക്ക് തെറ്റാതെ മലയാളം സംസാരിക്കാൻ കഴിയണം. ഫായും ഭായും ഒന്നും കാണിച്ച് ശക്തൻ സാറിനെ പേടിപ്പിക്കാൻ നോക്കണ്ട. സാറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അറിയുമ്പോൾ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. MA മലയാളം പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടല്ലേ? ഞാൻ ചോദിച്ചു മറ്റൊന്നും കൊണ്ടുള്ള, ഞാനും ഒരു പഴയ മലയാളം MA കാരനാണ്. അങ്ങനെ ഇന്നത്തേക്കുള്ള കോക്ടെയിൽ വക ഇവിടെ തീരുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.